നമസ്കാരം. ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, അങ്ങനെ പറയുവാൻ മനസ്സില്ല. അതുകൊണ്ടാണ് ഈ വാർത്ത ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. ഇളമാട് പഞ്ചായത്തിന്റെ കീഴിൽ പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച സാംസ്കാരിക നിലയമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചിലവായെന്നാണ് നിഗമനം. കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഉദ്ഘാടനം നിർവഹിച്ച സാംസ്കാരിക നിലയം പൊതുജനങ്ങളുടെ പണം ദുർവിനിയോഗം ചെയ്യുന്നത് ശരിയല്ലെന്നും ഇതെല്ലാം നിങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക കൂടി വേണം. ഇളമാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രധാനപ്പെട്ടവരോട് ഞങ്ങൾ പലവട്ടം ഈ സാംസ്കാരിക നിലയത്തിനൊരു പൂട്ടെങ്കിലും മേടിച്ചിടണമെന്ന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ പൂട്ട് പോയിട്ട് ഒരു താക്കോല് പോലും മേടിക്കുവാനുള്ള ശേഷി പഞ്ചായത്തിനില്ല എന്ന് മനസ്സിലായി. ഇതൊക്കെ പറയുന്നത് ആർക്കും വിരോധം തോന്നുവാൻ വേണ്ടിയൊന്നുമല്ല. നിഷ്പക്ഷമായ നിലപാടോടുകൂടിയാണ് ഇത്രയും നാൾ പ്രവർത്തിച്ചത്. ഇനിയും അങ്ങനെ തന്നെയാണ്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നതല്ല നിലപാട്. ആ നിലപാടല്ലാത്തത് കൊണ്ടാണ് ഈ വാർത്ത ഒന്നുകൂടി കൊടുക്കുവാൻ പ്രേരിപ്പിച്ചതും. നിങ്ങളൊന്ന് കയറി കാണണം ഈ സാംസ്കാരിക നിലയത്തിനകത്തേക്ക്. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ആദ്യം ഒരു നില പണിഞ്ഞു, പിന്നീട് അടുത്ത നിലയും പണിഞ്ഞു. പണിഞ്ഞെങ്കിൽ എന്താ, ദേണ്ട കിടക്കുന്നു നിങ്ങളുടെ നികുതി പണം. ഉദ്യോഗസ്ഥർക്കോ ഭരണാധികാരികൾക്കോ മനസ്സില്ല ഇതൊന്ന് പൂട്ടിയെങ്കിലും ഇടാൻ. അതെങ്ങനെയാ? പൂട്ടിയിട്ടാൽ സാമൂഹ്യ വിരുദ്ധർക്ക് താവളമാക്കാൻ പറ്റുമോ? അകത്തിരിക്കുന്ന മദ്യക്കുപ്പികളൊക്കെ പൊതുജനങ്ങളൊന്ന് കാണണം. വില കൂടിയ മദ്യങ്ങളും മറ്റനുബന്ധ സാധനങ്ങളും ഒക്കെയാണ്. ഭക്ഷണം കഴിക്കാൻ പാത്രം വരെയുണ്ട്. രാത്രിയും പകലും ഇതിനകത്ത് കയറി പറ്റുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് ഈ സാംസ്കാരിക നിലയം ഒരു സൗകര്യ നിലയമായി മാറിയിരിക്കുന്നു. സാംസ്കാരിക നിലയമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ പേരെഴുതി വെച്ചിട്ട് സാംസ്കാരികം എന്ന വാക്കിനൊരു വില പോലും കൽപ്പിക്കാത്തത് ഇളമാട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ ഭരണാധികാരികളോ ആണ്. നിങ്ങൾ മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ. പക്ഷേ നിങ്ങൾ പൊതുജനങ്ങളോട് ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ നിഷേധാത്മക നിലപാട് കണ്ടപ്പോൾ പറയാതിരിക്കുവാനും തോന്നിയില്ല. ഈ കെട്ടിടം നിന്ന സ്ഥലത്ത് പഞ്ചായത്തിനൊപ്പം തന്നെ പഴക്കമുള്ള ഒരു ലൈബ്രറിയും 2000-ലധികം പുസ്തകങ്ങളും കൂടെ ഒരു തുടർ വിദ്യാകേന്ദ്രവും പ്രവർത്തിച്ചിരുന്നു. ഇവയൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. ആടുകിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ലാത്ത അവസ്ഥയായി. പക്ഷെ ഇതൊക്കെ ആരോട് പറയാനാണ്? എങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങൾ ഇതെല്ലാം അറിയേണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ സ്ഥിതിയെന്ന്. 50 രൂപ കൊടുത്തൊരു പൂട്ടെങ്കിലും മേടിച്ചിടുവാൻ നിവർത്തിയില്ലാത്തത് വല്ലാത്ത ഗതികേട് തന്നെയാണ്. അപ്പോ ഇങ്ങനെ കിടക്കട്ടെ. സാമൂഹ്യ വിരുദ്ധർ ആസ്വദിച്ച് പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ ഇരുന്ന് വെള്ളമടിച്ച് രസിക്കട്ടെ. എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയോടെ പൊതുജന താൽപര്യാർത്ഥം ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.